കർത്താവായ യേശു ക്രിസ്തുവിന്റെ അത്യുന്നത നാമത്തിൽ ഷാർജ AG ഒരുക്കിയിരിക്കുന്ന ഫിലദൽഫിയ സഭയുടെ വിരുന്നായ എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് എന്ന വിഷയം നമുക്കിന്ന് സന്തോഷത്തോടെ ഭുജിക്കാം. വേദപുസ്തകത്തിലെ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും വലിയതുമായ വിഷയമാണ് നിത്യത മുതൽ നിത്യത വരെ. ഫിലദൽഫിയ AG ഷാർജയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ റെജി തോമസ് ആണ് ഈ കാര്യം ഉള്ളിൽ വെച്ച് പ്രാർത്ഥിച്ചും ഒരുങ്ങിയതും സഭയും. ആ സഭയ്ക്കും പാസ്റ്റർക്കും പ്രത്യേക നന്ദി പറയുന്നു. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സൂം വഴി അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ വഴി ശ്രമിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനവും നന്ദിയും പറയുന്നു. നമുക്ക് വിഷയത്തിൽ കിടക്കാം. നിത്യത മുതൽ നിത്യത വരെ. ഇത് സ്ക്രിപ്ചർ മെസ്സേജ് സീരീസിന്റെ 50ാമത്തെ പാർട്ടാണ്. ഈ പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം നിത്യതയിലേക്കും നിത്യ ജീവനിലേക്കുമുള്ള പ്രവേശനവും പ്രതിഫലങ്ങളും എന്ന കാര്യമാണ്. നമുക്കത് എന്താണെന്ന് ആഴമായി പഠിക്കാം. നമുക്ക് ഇതിനെ ഭാഗമായിട്ട് തിരിച്ചു പഠിക്കേണ്ടതാണ്. പ്രധാനമായി 4 കാര്യങ്ങൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒന്നാമത്തേത്, when do the saints enter eternity? വിശുദ്ധന്മാർ നിത്യതയിൽ പ്രവേശിക്കുന്നത് എപ്പോഴാണ്? വളരെ സംശയമുള്ള, വളരെ ചിന്താർഹമായ, ഏറെ പാഠഭാഗമുള്ള വിഷയമാണിത്. നമുക്ക് അതിലേക്ക് ഒന്ന് കടക്കാം. രണ്ടാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത്, how and when does one enter eternal life? ഒരാൾ നിത്യജീവനിലേക്ക് എങ്ങനെ എപ്പോൾ പ്രവേശിക്കുമെന്ന് പഠിക്കേണ്ടതാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വലിയൊരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൂന്നാമതായി നമ്മൾ പഠിക്കേണ്ടത്, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ഗെയിൻ എറ്റേണൽ ലൈഫ് നൗ? ഇപ്പോൾ നിത്യജീവൻ നേടുക എന്നതിന്റെ അർത്ഥം എന്താണ്? ഈ ചരിത്രത്തിൽ സുപ്രസാദകാല യുഗത്തിൽ നിത്യജീവൻ നേടാൻ കഴിയുമോ? ഇന്ന് അതിന് അവസരമുണ്ടോ? അതിലേക്കാണ് രണ്ടാമത് നമ്മൾ കടക്കുന്നത്. ഇനി നമ്മൾ 4ാമത്തെ ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. വിൽ ഓൾ സെയിൻസ് ഓഫ് ദ 5 ages enter eternity? ഇത് വളരെ വ്യക്തമായി പഠിക്കണം. 5 യുഗങ്ങളിലെ എല്ലാ വിശുദ്ധന്മാരും നിത്യതയിൽ പ്രവേശിക്കുമോ? ആദാം മുതൽ ഭൂമി കത്തിയെരിയുന്നത് വരെയുള്ള മാനവലോകത്തിലെ 5 യുഗങ്ങളിലെ വിശുദ്ധന്മാരും നിത്യതയിലേക്ക് പ്രവേശിക്കുമോ? അതാണ് 4ാമത്തെ പാർട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഓരോ ഭാഗവും നിർത്തി പഠിക്കാം. നിത്യതയിലേക്ക് പ്രവേശനം എന്ന വിഷയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുവാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ 5 യുഗങ്ങളെ കുറിച്ച് ബൈബിളിൽ കൃത്യമായി പഠിച്ചു. ഒന്നാമത്തെ യുഗം പൂർവ്വയുഗമാണ്, ആദാം മുതൽ മോശ വരെ. രണ്ടാമത്തെ യുഗം കൃത്യമായി നമുക്കറിയാം, ന്യായപ്രമാണ കാലം എന്ന് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെയാണെന്നും കൃത്യമായി നമ്മൾ പഠിച്ചു. ഈ 2 യുഗങ്ങളിലെ ആത്മാക്കൾ എന്നാണ് നിത്യതയിലേക്ക് പ്രവേശിച്ചത്? നിത്യതയിലേക്ക് പ്രവേശിച്ചോ? ഈ കാര്യങ്ങളെ കുറിച്ച് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിച്ചു കേൾക്കും. സഹോദരൻ വായിച്ചാട്ടെ. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിന്റെ ദാനത്തിന്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്ന ശേഷം അധോലോകത്തിലേക്ക് പോയി എന്ന് കൃത്യമായി കാണുന്നു. അപ്പൊ ഇറങ്ങുകയും കയറുകയും ചെയ്തു എന്ന് പറയുന്നു. വീണ്ടും സ്വർഗത്തിലേക്ക് പോയി. ആ പോയതിനെ കുറിച്ച് 10-ാം വാക്യത്തിൽ സ്പഷ്ടമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ 10-ാം വാക്യം, എഫേസ്യ ലേഖനം 4:10. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാതിസ്വർഗത്തിനു മീതെ കയറിയവനും ആകുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് സ്വർഗാതിസ്വർഗത്തിനു മീതെ എന്നല്ല, എബവ് ഓൾ ഹെവൻസ് എന്നാണ്. എബവ് ഓൾ ഹെവൻസ്, സകല സ്വർഗങ്ങൾക്കും മീതെ കയറിയവൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റ ശേഷം യോഹന്നാന്റെ സുവിശേഷം 20:17 മുതൽ 19 വരെ വായിക്കുമ്പോൾ പിതാവിന്റെ അടുക്കിലേക്ക് പോയി എന്ന് കാണുന്നു. പിതാവിന്റെ അടുക്കിലേക്ക്. ആ പോയ പോക്കിൽ ആത്മാക്കളെയും കൊണ്ടാണോ പോയത്? അതോ സ്വർഗാരോഹണം കഴിഞ്ഞ് ഇവിടുന്ന് പോയപ്പോൾ, അഥവാ ഉയർത്തെഴുന്നേറ്റ ശേഷം സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന് ആത്മാക്കളുടെ കൂടെ 500 പേരെ കണ്ടു എന്ന് വായിക്കുന്നല്ലോ ക്രിസ്തുവിന്റെ
അന്നത്തെ ജീവിതം, ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള ജീവിതം കൃത്യമായി 500 പേരെങ്കിലും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കർത്താവ് ഉയരത്തിലേക്ക് പോയി. അത് പിതാവിന്റെ അടുക്കിലേക്ക് പോയത്. ഏതായാലും വളരെ വ്യക്തമായി എഫേസ്യ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയപ്പോൾ 2 യുഗങ്ങളിലെ ആദാം മുതൽ സ്നാപ യോഹന്നാൻ വരെയുള്ള പ്രിയപ്പെട്ട യുഗങ്ങളിലെ ആത്മാക്കൾ, മരിച്ചവർ, അവരുടെ ആത്മാക്കളുമായി ക്രിസ്തു സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഇവിടെ കൃത്യമായ അറിവായി ആദ്യത്തെ 2 യുഗത്തിലെ ആത്മാക്കൾ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിൽ ശരീരം കൂടാതെ പ്രവേശിച്ചു എന്ന കാര്യം സ്പഷ്ടമായി നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് 2ാം ഭാഗത്തേക്ക് കടക്കാം. അത് ക്രിസ്തുവിന്റെ ആകാശത്തിലെ വരവിൽ 3 യുഗങ്ങളിലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടു കൂടി നിത്യതയിലേക്ക് പ്രവേശിക്കുന്ന. നേരത്തെ ആത്മാക്കൾ മാത്രമാണ് പ്രവേശിച്ചതെങ്കിൽ ഇപ്പോൾ ആത്മാക്കൾ മാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കണം, കൃത്യമായി എഴുതിയിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റ ശരീരത്തോടു കൂടിയാണ് അവർ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ 2 യുഗങ്ങളിലെ ആത്മാക്കളാണ് നിത്യതയിലേക്ക് പ്രവേശിച്ചത്, അവർ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എന്നാൽ പൂർവകാലം, ന്യായപ്രമാണകാലം, സുപ്രസാദകാലം, നമ്മൾ ഇന്നത്തെ യുഗം എല്ലാവരും വിളിക്കുന്ന കൃപായുഗം എന്നാണ്. ബൈബിളിൽ ആ പേരില്ലെങ്കിലും നല്ല പേരാണ്. ആ പെറ്റ് നെയിം വെച്ചാണെങ്കിൽ പൂർവകാലം, ന്യായപ്രമാണകാലം, സുപ്രസാദകാലം, കൃപായുഗം എന്നറിയുന്ന സുപ്രസാദകാലം, ഈ 3 യുഗങ്ങളിലെ ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ചെല്ലും എന്ന് കൃത്യമായി നമുക്ക് പഠിക്കാൻ കഴിയും. 1 തെസ്സലോനിക്കർ 4:13 മുതൽ 17 വരെയാണ്. ഒന്ന് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തു ആകാശത്തിൽ വരുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആകാശം എന്നതിന് അയേറ എന്നാണ് കാണുന്നത്. അയേറ, അറ്റ്മോസ്ഫറിക് റീജിയൻ എന്നും എയർ എന്നും അതിന്റെ അർത്ഥം കാണാം. അയേറയിൽ കർത്താവ് വരും. മധ്യാകാശം എന്ന് പറയുമ്പോൾ മെസൗറാനമെറ്റി, മെസൗറാനീമ എന്ന 2 പദമാണ് വെളിപ്പാട് പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുന്നത് അയേറയിൽ വരുന്ന കാര്യമാണ്. അയേറയിൽ കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നു? 4:14, 4:15 വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. യേശുവിൽ മരിച്ചവർ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. അവിടെ വളരെ ഭംഗിയായിട്ട് ഈ ഭാഗം തെളിയേണ്ടത് 14-ാം വാക്യം മുതൽ വായിച്ചാൽ സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ അടുക്കൽ നിന്ന് അന്ന് വരെയുള്ള ആത്മാക്കളെ കൊണ്ടുവരുമെന്ന, അന്ന് വരെ മരിച്ച ആത്മാക്കളെ കൊണ്ടുവരും, സ്വർഗത്തിൽ പ്രവേശിച്ചവരെ. അങ്ങനെയെങ്കിൽ 3 യുഗത്തിലുള്ള സ്വർഗത്തിലുള്ള ആത്മാക്കളെ കൊണ്ടാണ് കർത്താവ് അയേറയിലേക്ക് വരുന്നത്. അയേറയിൽ വന്നു കഴിയുമ്പോൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ, മരിച്ചവർ, ഉയർത്തെഴുന്നേറ്റവർ എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ കർത്താവിന്റെ അടുത്ത് കൊണ്ടുചെല്ലുകയാണ്. വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കൊണ്ടുചെന്നു കഴിഞ്ഞാൽ യേശുക്രിസ്തു എന്ത് ചെയ്യും എന്ന് നമുക്ക് പിന്നാലെ പഠിക്കാം. ഇവിടെ കൃത്യമായി മനസ്സിലായി, ആദ്യത്തെ 3 യുഗങ്ങളിലെ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് പോകുന്നത് നമ്മുടെ കർത്താവിന്റെ ആകാശത്തിലെ വരവിലാണ്, അയറയിലെ വരവിലാണ്. അപ്പോഴാണ് ഉയർത്തെഴുന്നേറ്റവർ നിത്യത പോകുന്നത് എന്ന കാര്യം സംശയരഹിതമായി തെളിഞ്ഞിരിക്കുന്നു. ഇനി 3-ാമത്തെ ഭാഗം പഠിക്കും മുമ്പ് ഇവിടെ ചെറിയൊരു കാര്യം പറയാം. യേശുക്രിസ്തു എന്ന വെളിച്ചത്തെ 1-2 യുഗത്തിലുള്ളവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് യോഹന്നാൻ 1:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളും 2 കൊരിന്ത്യർ 5:17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ അവർ നിരപ്പ് പ്രാപിച്ചു എന്നും കാണുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിന്നുള്ള വെളിച്ചം ലഭിച്ചവരാണ്. അത് മാത്രമല്ല, നിരപ്പ് പ്രാപിച്ചത് ക്രിസ്തുവിലൂടെയാണ്. അത് കൃത്യമായിട്ടിരിക്കുന്നു. 1 പത്രോസ് 1:9 മുതൽ 11 വരെ വായിച്ചാൽ ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്കുണ്ട് എന്ന് കാണുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യേശുക്രിസ്തു എന്ന വെളിച്ചം പ്രാപിച്ചവർ, യേശുക്രിസ്തുവിലൂടെ നിരപ്പ് പ്രാപിച്ചവർ,
യേശു ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ് ആദ്യത്തെ 2 യുഗങ്ങളിലുള്ളവർ എന്ന് യോഹന്നാന്റെ സുവിശേഷം 1 മുതൽ 9 വരെയും 2 കൊരിന്ത്യർ 5 17 മുതൽ 19 വരെ വായിച്ചാലും 1 പത്രോസ് 1 9 മുതൽ 11 വരെ വായിച്ചാലും ലഭിക്കുന്നതാണ്. അപ്പൊ എത്ര ക്ലിയർ ആണ്? ക്രിസ്തു എന്ന് വെളിച്ചം പ്രാപിച്ചവർ, ക്രിസ്തുവിലൂടെ നിരപ്പ് പ്രാപിച്ചവർ, ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിച്ചവർ ചേർന്ന് 3 യുഗങ്ങളിലെ ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലും. അത് അയേറയിൽ, അറ്റ്മോസ്ഫറിക് റീജിയനിൽ, അഥവാ അന്തരീക്ഷ മേഖലയിൽ ചെല്ലും. അവിടെ നിന്നാണ് കർത്താവ് ഇവരെല്ലാം കൂടെ ചേർന്ന് വലിയ സംഘമായി പിതാവിന്റെ അടുക്കൽ ചെല്ലുന്നത്. അത് വിശദമായി പിന്നാലെ ഓർപ്പിക്കുന്നതാണ്. അങ്ങനെ നിത്യത പോകുന്നത് 3 യുഗത്തിലെ വിശുദ്ധന്മാർ ഒന്നിച്ചാണ് ഉയർത്തെഴുന്നേറ്റ് അത് പ്രാപിക്കുന്നത്. മറ്റത് ആത്മാക്കൾ മാത്രമേ ഉള്ളൂ എന്നറിയാം. 4-ാം യുഗത്തിലെ ആത്മാക്കളെ കുറിച്ചാണ് ഇനി അറിയേണ്ടത്. അത് വെളിപ്പാട് 3:10, വെളിപ്പാട് 7:14 പഠിക്കുമ്പോൾ പരീക്ഷാ കാലമാണെന്ന് കൃത്യമായിട്ട് കാണാം. ഇംഗ്ലീഷ് വായിച്ചാലും ഗ്രീക്ക് വായിച്ചാലും ടു ബി കെപ്റ്റ് ഫ്രം ദ അവർ ഓഫ് ടെംപ്റ്റേഷൻ, അഥവാ പരീക്ഷാ കാലം എന്ന പീരീഡിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കാര്യമാണ്. ആത്മാക്കളെ മാറ്റും, സൂക്ഷിക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. അർത്ഥം പരീക്ഷയിൽ നിന്ന് കാക്കുമെന്നല്ല, പരീക്ഷാ കാലത്തിൽ കാക്കുമെന്നല്ല, പരീക്ഷാ കാലത്തിൽ നിന്നും കാക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ പരീക്ഷാ പീരീഡിൽ ഉള്ളവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ അറിയേണ്ടത്. ആദ്യമായിട്ട് മനസ്സിലാക്കണം, വെളിപ്പാട് 3:10 3 യുഗങ്ങളിൽ വിശുദ്ധന്മാർ പരീക്ഷാ പീരീഡിൽ കടുക്കാതെ, അതിലേക്ക് പ്രവേശിക്കാതെ, അതിലേക്ക് അത് എൻട്രി ചെയ്യാതെ അവരെന്ത് ചെയ്യുന്നു? നേരെ യേശുവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നാൽ 4-ാം യുഗം വളരെ കൃത്യമാണ്. അത് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട് വെളിപ്പാട് 3:10. അത് പരീക്ഷാ കാലമാണ്, ലോകം എന്നും ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ്. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കേണ്ടതുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഒരു വലിയ സത്യം കൂടെ ഇവിടെ വെളിപ്പെട്ടു വരുന്നതാണ്. വായിക്കാം. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്തും ഞാനും നിന്നെ കാക്കും. ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലമാണത്. ആ പരീക്ഷാ പീരീഡിൽ നിന്നും കാക്കുമെന്ന, പീരീഡിൽ കാക്കുന്ന കാര്യമല്ല, പരീക്ഷയിൽ കാക്കുന്ന കാര്യമല്ല, പരീക്ഷാ പീരീഡിൽ നിന്നും, പരീക്ഷാ കാലത്ത് നിന്നും കാക്കുമെന്ന. മലയാളത്ത് കാലത്ത് എന്ന് കാണുന്നുള്ളൂ. അഥവാ പരീക്ഷാ കാലത്തിൽ നിന്നും കാക്കുമെന്നാണ്. അപ്പൊ ആ പീരീഡിൽ സഭ ഇവിടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ആ പീരീഡിലുള്ള ആത്മാക്കളുടെ കാര്യം എന്തായിരിക്കും? അതാണ് വെളിപ്പാട് 6 മുതൽ 6:9 മുതൽ 11:11 വരെയുള്ള വാക്യങ്ങൾ, അതുപോലെ 11:2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 7:9 മുതൽ 15 വരെ, 11:1 മുതൽ 6 വരെ, 15:2-3 ഇത്രയും ഭാഗങ്ങൾ വായിക്കുമ്പോൾ 4-ാം യുഗത്തിലെ ആത്മാക്കളെ കുറിച്ച് കൃത്യമായി കാണാം. വെളിപ്പാട് 6:9 മുതൽ 11 വരെ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. ആ ഭാഗം വായിച്ചാൽ മാത്രമാണ് ഈ കാര്യത്തിന്റെ വിശദീകരണം മനസ്സിലാക്കുവാൻ കഴിയുള്ളൂ. വായിക്കാം നമുക്ക്. അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിങ്കൽ കണ്ടു. അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളാണ് യാഗപീഠത്തിൽ ചെന്നിരിക്കുന്നത്. അവിടെ ആത്മാക്കൾ ചെന്ന കാര്യമാണ്. അപ്പൊ 4-ാം യുഗത്തിൽ അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുന്നുണ്ട് ഇവിടെ എന്നറിയാം. ഇനി 11-ാം അധ്യായം 2 മുതൽ 12 വരെ വായിക്കുമ്പോൾ 2 സാക്ഷികൾ ഉയർത്തെഴുന്നേറ്റ് പോകുന്ന കാര്യമാണ്. 2 സാക്ഷികൾ. ആ സാക്ഷികൾ ആരാണ്? 9 അഭിപ്രായങ്ങളാണ് ഉള്ളത്. ദൈവാധിപത്യ ഭരണം എന്ന പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. 364 പേജുള്ള പുസ്തകമാണ്. അതിനകത്ത് 9 അഭിപ്രായങ്ങളും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അറിഞ്ഞിരിക്കണം, വെളിപ്പാട് 11-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ വ്യക്തമാണ്, ഏലിയാവും അല്ല, ഹാനോക്കുമല്ല, മോശയുമല്ല എന്ന കാര്യം ആ പുസ്തകത്തിൽ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്മാർ അത് ഭംഗിയായിട്ട് എഴുതിയിട്ടുമുണ്ട്. ഞാനൊരു ചെറിയ കാര്യം പറയട്ടെ. അവിടെ കൃത്യമായി അറിയാം, ആ യുഗത്തിലുള്ള 2 ടാക്മയാണ്. ഒന്ന് ഇസ്രയേൽ, 2 ജാതികൾ. അതിൽ 2 ഭാഗത്തു നിന്നും സാക്ഷ്യം പറയാനായി ദൈവം എഴുന്നേൽപ്പിക്കുന്നു. അത് ജീവിച്ചിരിക്കുന്നവരെയാണ്. മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവന്ന് സാക്ഷ്യം പറയിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ബൈബിളിലില്ല, ഒരു യുഗത്തിലുമില്ല. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഒരു ശുശ്രൂഷ നൽകി സാക്ഷ്യം പറയിക്കുന്ന രീതി ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നില്ല. പകരം കൃത്യമായി നമുക്കറിയാം. ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം. 11-ാം അധ്യായം 3-ാം വാക്യം മുതൽ വായിച്ചാണ്. അന്ന് ഞാൻ എന്റെ 2 സാക്ഷികൾക്കും വരം നൽകും.
അവർ രട്ടുടുത്തുകൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. ഇവിടെ കൃത്യമായി എഴുതിയിരിക്കുന്നു, അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട്, വായിൽ നിന്ന് തീ പുറപ്പെട്ട്. അങ്ങനെ വായിൽ നിന്ന് തീ പുറപ്പെട്ടുള്ള പരിപാടി പഴയ നിയമത്തിൽ ആരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പുതിയ നിയമത്തിൽ ആരുടെയും ജീവിതത്തിൽ എഴുതി കാണാനില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം ആരംഭിക്കുന്നത് 4-ാം യുഗത്തിലാണ്. തീ സ്വർഗത്തിൽ നിന്നിറക്കി ഏലിയാവിനെ കുറിച്ച് വായിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എന്നാൽ വായിൽ നിന്ന് തീ ഇറങ്ങി ശിക്ഷാ നടപടി നടത്തുന്നത് ആകെ ഒരു സ്ഥലത്തേ ഉള്ളൂ. അത് കൃത്യമായി നമുക്കറിയാം. അത് 11-ാം അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന കാര്യം വിസ്മരിക്കരുത് എന്ന കാര്യം ഓർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ 3 ഭാഗത്ത് നിന്ന് തെളിവായ ഒരു കാര്യമുണ്ട്. പ്രൈസ് ഗോഡ്. വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. നിത്യതയിലേക്ക് പ്രവേശനം എന്നത് ആദ്യത്തെ 2 യുഗത്തിൽ ആത്മാക്കൾ മാത്രം. 3-ാം യുഗത്തിന്റെ അവസാനത്തിൽ 3 യുഗത്തിലുള്ളവർ അതെ ഉയർത്തെഴുന്നേറ്റ് പോകുന്നു. 4-ാം യുഗത്തിൽ അപ്പോഴപ്പോൾ മരിക്കുന്നവരുടെ ആത്മാക്കൾ ചെല്ലുന്നു. ഇനി 15-ാം അധ്യായം 2-3 വാക്യങ്ങൾ കൂടെ വായിച്ചു നോക്കാം. വായിച്ചാട്ടെ. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. ഇവർ പാട്ടുപാടുന്നു എന്ന കാരണത്താൽ കൃത്യമായി പറയുന്നുണ്ട്, അത് പാട്ടുപാടുന്നു. ആരാണ് പാട്ടുപാടുന്നത്? ഒന്നുകൂടെ വായിച്ചു കേൾക്കാം. 15-ന്റെ 2-3 ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വായിച്ചാട്ട്. തീ കലർന്ന പളുങ്കുകടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചും കൊണ്ട് പളുങ്കുകടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അവർ ദൈവത്തിന്റെ ദാസനായ മോശയുടെ പാട്ടും കുഞ്ഞാടിന്റെ പാട്ടും പാടി ചൊല്ലിയത്: സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവുമുള്ളവ. മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ട് പാടുന്നവരാണെന്ന് കാണുന്നു. മോശയുടെയും കുഞ്ഞാടിന്റെയും പാട്ട്. ഇത് സംബന്ധിച്ചൊരു വിശദമായ സ്റ്റഡി ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞാൻ ഒരു കൊച്ചുകാര്യം പറയട്ടെ. 4-ാം യുഗത്തിലെ പാട്ടുകളെ കുറിച്ച് പഠിക്കേണ്ടതാണ്. അതിൽ 14-ാം അധ്യായത്തിൽ പാട്ട് കേട്ടു പഠിക്കുന്നവരെ കുറിച്ച് കാണാം. 14-ാം അധ്യായത്തിൽ പാട്ട് കേട്ടു പഠിക്കുന്നു. അപ്പൊ ആത്മാക്കൾ ചെന്നിട്ടുണ്ട്, ഉയർത്തെഴുന്നേറ്റവർ ചെന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4-ാം യുഗത്തിലുള്ളവർ മൊത്തം എപ്പോഴാണ് ചെല്ലുക എന്നൊരു വാക്യം നമുക്ക് വായിക്കാം. അത് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. പ്രൈസ് ഗോഡ്. അത് വെളിപ്പാട് 20-ന്റെ 4-ലാണ് കാണുക. ആ കാര്യം ഒന്ന് ഒരു വാക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് വിശദീകരിക്കാം. വെളിപ്പാട് 20-ന്റെ 4-ാം വാക്യം മുതൽ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ അവർ ജീവിച്ചു. 4-ാം യുഗത്തിൽ മരിച്ചുപോയ സകല വിശുദ്ധന്മാരും ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാഴും എന്ന് കാണുന്നു. അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് കണ്ടില്ല അവിടെ. ആ കാര്യം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്ക് 4-ാമത്തെ ഒരു പോയിന്റിലേക്ക് വരാം. 3-ാം യുഗത്തിലെ വിശുദ്ധന്മാരുടെ ആത്മാക്കൾ പ്രവേശിക്കുന്ന വിധം സംബന്ധിച്ച് നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-8 വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ ലേഖനം 5-8 വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. ശരീരം വിട്ട് കർത്താവിനോട് കൂടെ. ഇന്ന് മരിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും കൃത്യമായി അവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ചെല്ലുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നമുക്ക് എടുക്കാം ഫിലിപ്പിയ ലേഖനം 1-23 കൊണ്ട് വായിക്കുമ്പോൾ ഈ ഭാഗം ഒരു വിശദീകരണം കൊണ്ട് കിട്ടുന്നതാണ്. 1-23 വാക്യം. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. വിട്ട് പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുക. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? 3-ാം യുഗമായ സുപ്രസാദകാലം,
കൃപായുഗം എന്ന് ലോകം വിളിക്കുന്ന ഇപ്പോൾ മരിക്കുന്ന വിശുദ്ധന്മാരൊക്കെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കണം, ആദാം മുതൽ ഇന്ന് വരെയുള്ള ആത്മാക്കൾ വിശുദ്ധന്മാരായി ജീവിച്ച, ദൈവത്തിന്റെ പ്രമാണം അനുസരിച്ച മരിച്ച അവിടെ ആത്മാക്കളൊക്കെ അവിടെ ചെല്ലുന്നുണ്ട്. ഉയർത്തെഴുന്നേറ്റ് പോകുന്നവരുടെ കാര്യമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. ഇവിടെ മൂന്നാം യുഗത്തിലെ മരിച്ചവരുടെ ആത്മാക്കൾ നിത്യതയിൽ ചെല്ലുന്നുണ്ട്. അപ്പൊ അടുക്കിന് നമുക്ക് കാര്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. 5-ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഒലിവുമലയിലെ കർത്താവിന്റെ വരവ്, 4-ാം യുഗ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വെളിപ്പാട് 20-4 മുതൽ 6 വരെ നമ്മൾ വായിച്ചു കേട്ടു. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്, ഒലിവുമലയിൽ ക്രിസ്തു വരും. ഒലിവുമലയിൽ ക്രിസ്തു വരുന്ന സമയത്ത് 4-ാമത്തെ യുഗം, പരീക്ഷാകാലം, അന്നുള്ള മഹാകഷ്ടം, ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്തൊരു മഹാകഷ്ടം എന്ന് വരുന്നുണ്ട്. ഫിലിപ്സിസ് ടീസ് മെഖാലീഷ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്ന വെളിപ്പാട് 14. ആ കഷ്ടം എന്നുള്ള സമയത്ത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു, പ്രൈസ് ഗോഡ്, ആത്മാക്കൾ അവിടെ ചെല്ലുന്നുണ്ട്. ഇവിടെ കൃത്യമായി അറിയണം, അങ്ങനെ മരിച്ചുപോയവരുടെ ആത്മാക്കൾ ഉയരത്തിൽ ചെല്ലുന്നു. പ്രൈസ് ഗോഡ്. കൃത്യമായി അറിയുക, വെളിപ്പാട് 19 പറയുന്നു യേശു ക്രിസ്തു ഇറങ്ങി വരുന്നുണ്ട്. 3 യുഗത്തിലെ ആത്മാക്കൾ അവിടെ ചെന്നിട്ടുണ്ട്. അവർ ഉയർത്തെഴുന്നേറ്റ് ചെന്നവരുണ്ട്. അത് പോരാതെ 4-ാം യുഗത്തിലെ ആത്മാക്കൾ അവിടെ ചെന്നിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അതാണ് സെഖര്യാ പുസ്തകം 14-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ കാണുന്നത്. ആ കാര്യം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ ഒറ്റ വാക്ക് പറയട്ടെ. 14-4 മുതൽ 6 വരെ വായിക്കുമ്പോൾ സകല വിശുദ്ധന്മാരും എന്നൊരു വാക്ക് അവിടെ കാണുന്നു. അപ്പൊ 4 യുഗങ്ങളിലെ സകല വിശുദ്ധന്മാരും ഒലിവുമലയിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ ആത്മാക്കൾ വരുന്നുണ്ട്, അവിടെ ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധന്മാർ വരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ 4-ാം യുഗത്തിലെ ആത്മാക്കൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് ചേരുകയാണ്. 1000 ആണ്ടിൽ 4 യുഗങ്ങളിലെ വിശുദ്ധന്മാരും അവിടെ എത്തിച്ചേരുകയാണ്. 6-ാമത്തെ പോയിന്റിലേക്ക് വരുമ്പോൾ ചരിത്രം തീരാൻ പോകുകയാണ്. 1000 ആണ്ട് കഴിയുമ്പോൾ ഇന്നത്തെ ചരിത്രം തീരും. 1000 ആണ്ട് കഴിയുമ്പോൾ ഇന്നത്തെ ചരിത്രം തീരുന്നു. ആ തീരുന്നതിനെ കുറിച്ചാണ് വെളിപ്പാട് 20-11 മുതൽ വായിച്ചു കേൾക്കാനുള്ളത്. വായിക്കാം. വെളിപ്പാട് 20-11 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. അടുത്ത വാക്യം. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. ഇവിടെയാണ് അറിയേണ്ടത്, ആദാം മുതൽ ഭൂമി കത്തിയെറിയുന്നത് വരെ മരിച്ചുപോയ സകല ആത്മാക്കളും ഉയർത്തെഴുന്നേറ്റ് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ വരികയാണ്. വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ അവര് സെറ്റ് എറ്റേണിറ്റിയിലേക്ക് മാറുന്നത്. സജ്ജമാക്കിയ നിത്യത. എന്താ അത്? കൃത്യമായി പഠിച്ചതാണല്ലോ നമ്മൾ. സെറ്റ് എറ്റേണിറ്റി ബൈബിളിൽ നിന്ന് പഠിച്ചതാണ്. അവർക്ക് വേണ്ടി സജ്ജമാക്കിയ നിത്യത ഏതാ? നിത്യമായ നരകമാണ്, അഗ്നി കുണ്ഡമാണ്. അത് കൃത്യമായി പറയുന്നു, നിത്യാഗ്നിയാണെന്ന് കൂടെ പറയുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള നിത്യത അതാണ്. അവർ നിത്യതയിലേക്ക് പ്രവേശിക്കും. അഥവാ ആദാം മുതൽ ഭൂമി കത്തിയെറിയുന്നത് വരെയുള്ള സകല ദുഷ്ടന്മാർ, അഹങ്കാരികൾ, പാപികൾ, എല്ലാ ദുഷ്ടചേഷ്ടകൾ ചെയ്തവരും ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇതാ നിത്യനരകത്തിലേക്ക് പോകും മുമ്പ് വെള്ളസിംഹാസനത്തിലേക്ക് വരികയാണ്. അതോടെ ചരിത്രം അവസാനിക്കും. അവരും നിത്യതയിലേക്കാണ് പോകുന്നത്. ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളത്തിൽ നിത്യത വെച്ചിരിക്കുന്നു, സെറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാ നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ അറിയേണ്ട ഒരു കാര്യമാണ്. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ദൈവം നിത്യത വെച്ചിട്ടുണ്ട്. സഭാപ്രസംഗി ആ കാര്യം ഭംഗിയായി എഴുതിയിരിക്കുന്നു. ആ നിത്യതയിലേക്ക് നമുക്ക് പോകാം. എവിടെയാണ് പോകേണ്ടത്? യേശുക്രിസ്തുവിന്റെ നിയമങ്ങളെ അനുസരിച്ച, ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞ നിയമങ്ങൾ അനുസരിച്ച ഭക്തന്മാർക്ക് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ നിത്യമായ സ്വർഗങ്ങളിലേക്ക് പ്രവേശിക്കാം. ചരിത്രം തീരുമ്പോൾ പോരാ, നിത്യമായ നരകത്തിലേക്ക് പ്രവേശിക്കാം. സകല പാപികൾക്കും, സകല ദുഷ്ടന്മാർക്കും, സകല അഹങ്കാരികൾക്കും അതിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ രണ്ടായി തിരുന്നത് ചരിത്രം തീരുമ്പോഴാണ്. ചരിത്രം തീരുമ്പോൾ നിത്യതയുടെ 2 ഭാഗങ്ങൾ നമ്മൾ കാണുന്നു. ഒന്ന്, പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ
നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളുടെ നിത്യത, 2 നിത്യമായ നരകമാണ്. ഈ 2 ഭാഗത്തേക്കും പോകേണ്ടി വരും എന്നറിഞ്ഞിരിക്കുക. 5 യുഗങ്ങളിലെ സകല വിശുദ്ധന്മാരും നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. വെളിപ്പാട് 20 1 മുതൽ 3 വരെ വായിച്ചാൽ ഒരു വലിയ തത്വം നമുക്ക് അവിടെ പിടികിട്ടും. വായിച്ചാട്ടെ, വെളിപ്പാട് 20 1 മുതൽ 3 വരെയുള്ള ഭാഗങ്ങൾ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു. അടച്ചുപൂട്ടുകയും മീതെ മുദ്ര 21 1 മുതൽ 3 വരെ വായിക്കാം. 21 1 മുതൽ 3 വരെ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കുകയും അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ആമേൻ. ഇവിടെ വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നേ, സകല വിശുദ്ധന്മാരും യേശു കർത്താവും പുതിയ ഭൂമിയിൽ പുതിയ യെരൂശലേമിലായിരിക്കും. അത് ഇങ്ങോട്ട് ഇറങ്ങി വരുമെന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിത്യത എന്ന് പറയുന്ന 2 ഭാഗത്തിലേക്ക്, 1 നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക്, 2 നിത്യമായ നരകത്തിലേക്ക്. ചരിത്രം തീരുമ്പോൾ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് 5 യുഗങ്ങളിലെ വിശുദ്ധന്മാരും പ്രവേശിച്ചതായി കാണുന്നു. അവർ ഒരുമിച്ചാണ് പുതിയ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. പുതിയ യെരൂശലേമും ഇതാ വരുന്നു. പുതിയ ഭൂമിയെയും പുതിയ സ്വർഗങ്ങളെയും കുറിച്ചൊരു കാഴ്ചപ്പാട് ഇവിടെ ഉണ്ടാകണം. യെശയ്യാവിന്റെ പുസ്തകം 65:17 തുടങ്ങിയ നിരവധി വാക്യങ്ങളുണ്ട്. 2 പത്രോസ് 3 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളുണ്ട്. അത് വായിക്കുമ്പോൾ പുതിയ സ്വർഗങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. പുതിയ സ്വർഗങ്ങളെ സൃഷ്ടിക്കുന്നു. എന്നാൽ അടുത്ത ഭാഗം വായിക്കുമ്പോൾ അങ്ങനെയല്ല. പുതിയ സ്വർഗങ്ങളെ സൃഷ്ടിക്കുന്ന കാര്യം മാത്രമല്ല, കൃത്യമായി പറയുന്നു, അത് ഒത്തിരി പേരെ കാത്തിരിക്കുന്നതാണ്. പുതിയ സ്വർഗങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് വാഗ്ദത്തമാണെന്നും കാണുന്നു. അങ്ങനെ കാത്തിരിക്കുന്നവരെല്ലാം ചരിത്രം തീരുമ്പോൾ അതിലേക്കാണ് പ്രവേശിക്കുന്നത്. പുതിയ സ്വർഗങ്ങളിലേക്ക്, പുതിയ ഭൂമിയിലേക്ക്, പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കും. അങ്ങനെ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ 1-ാം പാർട്ടും സൃഷ്ടിക്കപ്പെടുന്ന പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയും 2-ാം പാർട്ടും, ഇത് 2 ഒന്നിച്ചു ചേരുന്നതാണ്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അങ്ങനെയെങ്കിൽ നിത്യതയിലേക്കുള്ള പ്രവേശനത്തിന്റെ സമാപന രംഗം എന്ന് പറയുന്നത് ചരിത്രം തീരുമ്പോഴാണ് എന്നറിഞ്ഞിരിക്കണം. ഇവിടെ സേവ്ഡ് ജെന്റൈൽസ്, സേവ്ഡ് ഇസ്രയേൽ, ദ ബ്രൈഡ്, ദ ലാംസ് വൈഫ്, ഈ 3 ഗ്രൂപ്പിനെ നമുക്ക് വെളിപ്പാട് 21 ഭംഗിയായി കാണാൻ കഴിയും. എത്ര വ്യക്തമാണല്ലേ? പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 21 പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട 3 യുഗങ്ങളിലെ ഗ്രൂപ്പുകളെല്ലാം ചേർന്ന് നിത്യതയിൽ ഉണ്ടായിരിക്കും. ആ നിത്യത എന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളും പുതിയ യെരൂശലേമും കൂടാതെ, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളും പുതിയ യെരൂശലേം കൂടാതെ എടുത്തു പറയുകയാണ്, ശ്രദ്ധിക്കണം, സൃഷ്ടിക്കുന്ന പുതിയ സ്വർഗങ്ങളും പുതിയ ഭൂമിയും ഉണ്ടായിരിക്കും. അതാണ് വിശുദ്ധന്മാർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. എപ്പോഴാണ് ഉയർത്തെഴുന്നേൽപ്പ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് എന്ന കാര്യം നമുക്ക് വായിക്കാം. ഇവിടെ വായിച്ചു കേൾക്കാൻ കഴിയും. ഈ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി. ദാനിയേൽ 12:2. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ഉണരും. ആമേൻ. നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായി ഉണരും എന്ന് എഴുതിയിരിക്കുന്നു. നിത്യജീവനായി ഉണരും എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ അറിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം, ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. പഴയ നിയമത്തിൽ ഭംഗിയായി എഴുതിയിരിക്കുക, നിത്യജീവനായി ഉണരും. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിലാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗലാത്യർ 6:8 നമുക്കിവിടെ വായിക്കാം. വായിച്ചാട്ടെ. ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ജഡത്തിൽ നിന്ന് വിതയ്ക്കവൻ ജഡത്തിലുള്ളതാ കൊയ്യുന്നത്. എന്നാൽ ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യുന്ന സമയം വരുന്നുണ്ട്. അപ്പൊ ഒരു വലിയ ഡൗട്ടുണ്ട്, അത് പിന്നാലെ നമുക്ക് തീർക്കാം. അതിലൊന്നാണ്, ഇപ്പോൾ നമുക്ക് നിത്യജീവൻ കിട്ടിയിട്ടില്ലേ? ആ നിത്യജീവൻ ഇല്ലേ? അവിടെ പറയുന്ന നിത്യജീവൻ എന്താണ്? 1 യോഹന്നാൻ 2:25 വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അതുകൂടെ വായിച്ചു കേൾക്കാം. 1 John
ചാപ്റ്റർ 2 വേഴ്സ് 25. അത് വായിക്കുമ്പോൾ ആ സംശയം ഇപ്പോൾ തീരുന്നതാണ്. ഇതാകുന്നു അവർ നമുക്ക് തന്ന വാഗ്ദത്തം, നിത്യജീവൻ തന്നെ. നിത്യജീവൻ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് വാഗ്ദത്തമാണ്. ആക്ഷരികമായ നിത്യജീവൻ ലഭിച്ചാൽ ഇന്ന് കേതോസ് മരിക്കില്ലല്ലോ, എന്നും മരിക്കില്ലല്ലോ. ഇവിടെ വായിക്കുന്ന സഹോദരനും മരിക്കില്ല, വിശ്വസിക്കുന്ന ദൈവമക്കളൊന്നും മരിക്കില്ല, മരിക്കാതിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആക്ഷരികമായ നിത്യജീവൻ ലഭിച്ചിട്ടില്ല. അത് തെളിവുകൾ ഇഷ്ടം പോലെയുണ്ട്, അത് നമ്മൾ പിന്നാലെ പഠിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാഗ്ദത്തമായി നിത്യജീവൻ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യം അറിയണം. എന്നാൽ നിത്യജീവൻ അക്ഷരികമായി ലഭിക്കണമെങ്കിൽ അത് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നമുക്കിവിടെ വായിക്കാം. തേജസ്സിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ കൃത്യമായ ഒരു കാര്യം കാണാൻ കഴിയും. മത്തായി 19:29 വാക്യം മുഴുവനും വായിച്ചു കേൾക്കാം. വായിച്ചാട്ടെ. എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം 100 മടങ്ങ് ലഭിക്കും. അവൻ നിത്യജീവനെയും അവകാശമാക്കും. നിത്യജീവനെ അവകാശമാക്കും. അതെപ്പോഴാണെന്ന് കൃത്യമായി നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. നിത്യജീവനെ അവകാശമാക്കുന്നത് എപ്പോഴാണ്? അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാം. പ്രൈസ് ഗോഡ്. മത്തായി 25:46 വാക്യത്തിൽ 2 ഭാഗമായി തിരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു. വായിച്ചാട്ടെ. നീതിമാന്മാർ നിത്യജീവങ്കിലേക്ക് പോകും, തേജസ്സിന്റെ സിംഹാസനത്തിൽ നിന്ന് നിത്യജീവങ്കിലേക്ക് പോകും, നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. ആ കാര്യം ഒന്ന് നിർത്തി പറയുകയാണ്. 25-ാം അധ്യായം 46 വാക്യത്തിൽ 2 ഗ്രൂപ്പാണ്. ഒരു കൂട്ടർ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നു, മറ്റൊരു കൂട്ടർ നിത്യജീവങ്കിലേക്ക് പോകുന്നു. നിത്യജീവങ്കിലേക്ക് പോകും. അപ്പൊ മുമ്പേ നിത്യജീവൻ ലഭിച്ചിട്ടില്ല. മുമ്പേ നിത്യജീവൻ ലഭിച്ചെങ്കിൽ നിത്യജീവനിലേക്ക് പോകുന്ന പറയേണ്ട കാര്യമില്ലല്ലോ. പ്രൈസ് ഗോഡ്. തേജസ്സിന്റെ സിംഹാസനത്തിൽ വരുന്ന 2 ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് നിത്യനരകത്തിലേക്കും ഒരു ഗ്രൂപ്പ് നിത്യജീവങ്കിലേക്കും പോകും. ഇത് വളരെ വ്യക്തമാണ്. നിത്യജീവൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേറ്റേ പറ്റൂ എന്ന കാര്യം അറിഞ്ഞിരിക്കണം. നമുക്കൊന്നുകൂടെ വായിക്കാം. മാർക്കോസ് സുവിശേഷം 10:30 ഇവിടെ എഴുതിയിരിക്കുന്നത് വായിച്ചാൽ മതി. വായിച്ചാട്ടെ. മാർക്കോസ് 10:30 വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്തവൻ ആരുമില്ല. ലൂക്കോസ് 18:30 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. വരുവാനുള്ള ലോകത്തിൽ നിത്യജീവൻ പ്രാപിക്കുന്ന. ഇവിടെ എഴുതിയിരിക്കുന്ന ഡാർബി, EMTV, ESV, ISV, LITV, അതുപോലെ WNT, YLT തർജ്ജമകളിലൊക്കെ ഇൻ ദ കമ്മിങ് ഏജ് ലൈഫ് എറ്റേണൽ എന്നാ. അടുത്ത യുഗത്തിൽ നിത്യജീവൻ പ്രാപിക്കാത്തവർ ആരുമില്ലെന്നാ. അങ്ങനെയാണെങ്കിൽ ഈ യുഗം, സുപ്രസാദകാലം, ഇത് തീരുമ്പോൾ നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പാണ്, നമ്മുടെ കർത്താവിന്റെ വരവാണ്. നമ്മുടെ കർത്താവിന്റെ വരവിൽ ഉയർത്തെഴുന്നേറ്റ് ശരീരത്തോടു കൂടി പ്രവേശിക്കും. ആ പ്രവേശിക്കുമ്പോൾ അത് നിത്യജീവനിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന കാര്യം എഴുതിയിരിക്കുന്നു. ഇവിടെ കൃത്യമായി ഗ്രീക്കിൽ എഴുതിയിരിക്കുന്നു. ടോ എർക്കമനോ സോയിയോൻ അയോനിയോൻ. അവിടെ അത്ര ഭംഗിയായിട്ടാണ് എഴുതിയിരിക്കുന്നത് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്ന കാര്യം. ഞാൻ ഇവിടെ ഒരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ഹൗ ക്യാൻ വി റിസീവ് ദ പ്രോമിസ്? എങ്ങനെയാണ് വാഗ്ദത്തം നമുക്ക് പ്രാപിക്കാൻ കഴിയുക? നിത്യജീവൻ എന്ന വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയുന്ന കൃത്യമായ സ്റ്റെപ്പുകൾ നമുക്കിവിടെ കാണാം. യോഹന്നാൻ 5:40 എഴുതിയിരിക്കുന്നു. ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ വരുവാൻ എല്ലാവർക്കും മനസ്സ് വേണം. ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കൽ വരുവാൻ മനസ്സ് ഉണ്ടായിരിക്കേണ്ടതാണ്. അതാണ് അടുത്ത കാര്യം. അതുപോലെ തന്നെ ഇവിടെ കൃത്യമായി എഴുതിയിരിക്കുന്ന യോഹന്നാൻ 3:15, 16, 36 വാക്യങ്ങളിൽ യേശുവിൽ വിശ്വസിക്കുക മാത്രം പോരാ, അനുസരിക്കുകയും കൂടെ വേണം. 1, പ്രാപിക്കാനുള്ള മനസ്സാണ് വേണ്ടത്. 2, വിശ്വസിക്കണം ക്രിസ്തുവിൽ. 3, ക്രിസ്തുവിനെ അനുസരിക്കണം. അപ്പൊ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ലഭിക്കണമെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റൂ. അതിനു മുമ്പ് ഒന്നാമത് ജീവൻ പ്രാപിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. യേശുവിന്റെ അടുക്കൽ ചെല്ലാനുള്ള മനസ്സ് വേണം. 4200 മതങ്ങളിലെ ഏത് മനുഷ്യരായാലും, 195 രാജ്യങ്ങളിലെ ഏത് വ്യക്തിയായാലും, 45,000 ക്രൈസ്തവ സംഘടനയിലെ ഏത് വ്യക്തിയായാലും അറിഞ്ഞിരിക്കണം, 1, ജീവൻ പ്രാപിക്കാൻ യേശുവിന്റെ അടുക്കൽ ചെല്ലാനുള്ള മനസ്സ് വേണം. 2, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. 3, യേശു ക്രിസ്തുവിനെ അനുസരിക്കണം. ഇത് ഏറ്റവും പരമ സത്യമാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ലഭിക്കില്ല എന്ന് അറിഞ്ഞിരിക്കണം. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ 1 യോഹന്നാൻ 3:25
വാഗ്ദത്തം നമുക്ക് സ്വന്തമാകാൻ പോകുകയാണ്. 1-2-25 വാഗ്ദത്തം നമുക്ക് സ്വന്തമാണ്. ഒരേ ഒരു ചോദ്യം, ഇന്ന് അത് വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം പ്രാപിച്ച് ഉയർത്തെഴുന്നേൽപ്പിൽ നിത്യജീവൻ പ്രാപിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എങ്കിൽ ക്രിസ്തുവിന്റെ നിയമങ്ങളെ അനുധാവനം ചെയ്ത് അനുസരിച്ച് ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് സ്നാനപ്പെട്ട്, മരണത്തിൽ പങ്കാളിത്തം വഹിച്ച് സ്നാനപ്പെട്ട് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ നിങ്ങൾ തയ്യാറാകണം. ഇതുവരെ ആയിട്ടില്ലെങ്കിൽ ഉറപ്പായും അത് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർപ്പിക്കുന്നു. ഇവിടെ കൃത്യമായി 1-5-12-15 വരെ എഴുതിയിരിക്കുന്നു, പുത്രൻ ഉള്ളവന് ജീവനുണ്ട്. പുത്രൻ ഉള്ളവന് ജീവനുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. അതിന്റെ 63-ാം വാക്യം ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കുക. 5-ാം അധ്യായം 12-15 വരെ എഴുതിയിരിക്കുന്നു, പുത്രൻ ഉള്ളവന് ജീവനുണ്ട്. അത് യോഹന്നാൻ 3-35-36 വായിക്കുമ്പോൾ അറിയാം, പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല, അനുസരിക്കുന്നവൻ ജീവനെ കാണും. പക്ഷെ എത്ര അടുക്കല എഴുതിയിരിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ 6-63-ാം വാക്യം. ജീവിച്ചിരിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. ആമേൻ. യേശുക്രിസ്തു സംസാരിച്ച തന്റെ റേമ, തന്റെ ലോഗോസ്, അതെല്ലാം ആത്മാവും ജീവനുമാണ്. അത് നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ വാഗ്ദത്ത പ്രകാരമുള്ള ജീവൻ നമ്മുടെ അകത്തിരിക്കുന്നത്. ആ ജീവനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ അനുസരിക്കുന്നത്. ക്രിസ്തുവിനെ അനുസരിക്കുന്നത്, പിതാവിനെ അനുസരിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നത്, അപ്പോസ്തലന്മാരെ അനുസരിക്കുന്നത്, വേദപുസ്തകം അനുസരിക്കുന്നത്. കാര്യം എന്താ? ഉയർത്തെഴുന്നേൽപ്പിലാണ് നിത്യജീവൻ ലഭിക്കാൻ കഴിയുക. അതുവരെ ഞാൻ സൂക്ഷിച്ചേ പറ്റൂ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ വേർഡ്സ് ദാറ്റ് ഐ സ്പീക്ക് അൺടു യു. ഞാൻ സംസാരിച്ച വചനങ്ങൾ, അത് രണ്ടായി തിരിക്കാം. ഒന്ന് റേമ, 2 ലോഗോസ്. ഇത് രണ്ടും നമുക്ക് അനുസരിക്കാം. അവന്റെ അടുക്കൽ പോകാം. നിത്യജീവൻ പ്രാപിക്കുവാൻ നമുക്ക് ചെല്ലാം. നമുക്ക് നിത്യതയിലേക്കും നിത്യജീവനിലേക്കുള്ള പ്രവേശനവും. ഇനി അത് പ്രതിഫലങ്ങളാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രതിഫലങ്ങളെ കുറിച്ചുള്ള വിശാലമായ ഭാഗം കേൾക്കാം. എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. കർത്താവ് വരും മുമ്പ് നമുക്ക് അവന്റെ അടുക്കിലേക്ക് പോകാനുള്ള ഒരുങ്ങാം. എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതിന് പിന്നിൽ ഒരുങ്ങിയ ഫിലദൽഫിയ AG ഷാർജ സഭയും പാസ്റ്ററും ഇതെല്ലാ കാര്യങ്ങളും കഷ്ടപ്പെട്ട് അവരാണ് ചെയ്തത്. അവർക്കുള്ള നന്ദി പറയുന്നു. അവരെ ഒരുക്കിയെടുത്ത മഹാദൈവത്തിന് സകല മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഗാഡ് ബ്ലസ് യു.